Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 2 സയൻസ് റിസർച്ച് ക്യാമ്പസുകളിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ ക്യാമ്പസിൽ ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ക്യാമ്പസിലേക്കും മുംബൈ യൂണിവേഴ്സിറ്റിയിലെ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടായ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് CEBC ഈ 2 ക്യാമ്പസിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. മെയ് 31 മുമ്പായി ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യണം. നെസ്റ്റിന്റെ ക്യാമ്പസിൽ 200 സീറ്റും CEBCയുടെ ക്യാമ്പസിൽ 75 സീറ്റുകളുമാണ് ഉള്ളത്. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിക്കാൻ നമുക്ക് ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ജൂൺ 30-ാം തീയതിയാണ് ഈ 2 ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ടെസ്റ്റായ നെസ്റ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. ജൂൺ 30-ാണ് ഈ 2 ക്യാമ്പസിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. കേരളത്തിൽ വയനാട് ഒഴികെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളും എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 5 എക്സാമിനേഷൻ സെൻറ്റർ വരെ സെലക്ട് ചെയ്യാം. അതിൽ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന എക്സാമിനേഷൻ സെൻറ്ററിൽ വേണം ഓൺലൈൻ എക്സാമിനേഷൻ നാം അറ്റൻഡ് ചെയ്യാൻ. എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നെസ്റ്റിന് വേണ്ടിയിട്ടും CEBCക്ക് വേണ്ടിയിട്ടും 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് 2 ക്യാമ്പസിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. 2022-ലും 2023-ലും +2 കംപ്ലീറ്റ് ചെയ്തവർക്കും 2024-ൽ +2 ബോർഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ നെസ്റ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ നെസ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ വിജയിക്കുന്നതിലൂടെ ഈ 2 ക്യാമ്പസുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റുകളിൽ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലേക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ ക്യാമ്പസിൽ പഠിക്കുന്നതിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സയൻസ് റിസർച്ച് ക്യാമ്പസുകൾ ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ ലഭിക്കുന്ന റിസൾട്ടും പ്ലേസ്മെൻറ്റും എക്സ്പീരിയൻസും ഒരു വിദ്യാർത്ഥിയെ സയൻസ് റിസർച്ച് മേഖലയിൽ ഏറ്റവും മികവിലേക്ക് എത്തിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഈ എക്സാമിനേഷൻ വിൻ ചെയ്ത് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം 80,000 റുപ്പീസ് സ്കോളർഷിപ്പും പഠനത്തിന് വേണ്ടിയിട്ട് ലഭിക്കും. ഇതിനോടൊപ്പം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഏറ്റവും മികച്ച സയൻസ് റിസർച്ച് സ്ഥാപനങ്ങളിൽ സയൻസ് ഗവേഷണത്തിനുള്ള അവസരവും ലഭിക്കും. ഇതിനോടൊപ്പം മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ബാബ ആറ്റോമിക് റിസർച്ച് സ്കൂളിൽ പ്രവേശനത്തിന് നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കാനും സാധിക്കും. +1 +2-ൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നെസ്റ്റ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക. ഇതിനോടൊപ്പം +2-ന്റെ റിസൾട്ട് വരുന്ന സമയത്ത് 60% എങ്കിലും മാർക്ക് മിനിമം സ്കോർ ചെയ്തിട്ടുണ്ടാവണം. SC/ST കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 55% മാർക്ക് മതിയാവും. ഈ നെസ്റ്റ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പേപ്പർ ആണ്. CBT എക്സാമിനേഷൻ ആണ്. 3 മണിക്കൂറുള്ള എക്സാമിനേഷൻ ആണ്. മോർണിംഗ് സെക്ഷനിലും ആഫ്റ്റർനൂൺ സെക്ഷനിലും 2 സെഷനുണ്ട്. മോർണിംഗ് സെക്ഷൻ്റെ എക്സാമിനേഷൻ 9:30 to 12 o'clock-ഉം ആഫ്റ്റർനൂൺ സെക്ഷനുള്ള എക്സാമിനേഷൻ 2:30 മുതലുള്ള സെഷനായിട്ടും 2 സെഷനായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക. നമുക്ക് വേണ്ട ഒരു സെഷൻ 3 മണിക്കൂറിൻ്റെ ഒരു സെഷൻ ആയിരിക്കും ഒരു വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ എക്സാമിനേഷന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റിൻ്റെ 50 ക്വസ്റ്റ്യൻസ് വീതമുള്ള എക്സാമിനേഷനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ 3 സബ്ജക്റ്റിന് ഏതെങ്കിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന 3 സബ്ജക്റ്റിൻ്റെ മാർക്കുകളായിരിക്കും റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുക. ഓരോ സെഷനിൽ നിന്നും 50 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇങ്ങനത്തെ 4 സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ 3 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി നാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ ഏതിനാണോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്ന 3 സബ്ജക്റ്റുകളായിരിക്കും റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുക. തെറ്റുത്തരം എഴുതിയാൽ അവിടെ നെഗറ്റീവ് മാർക്കും ഉണ്ടാവും. വീണ്ടും നമുക്ക് ഓർക്കാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സയൻസ് റിസർച്ച് ക്യാമ്പസുകളായ നെസ്റ്റിൻ്റെയും CEBCയുടെയും ക്യാമ്പസിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനായ നെസ്റ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സ്ട്രീമുകളിൽ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ എടുത്ത് സയൻസിൽ ഒരു റിസർച്ച് പേഴ്സൺ ആകാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, സ്കോളർഷിപ്പോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഒരിക്കൽ കൂടി ഓർക്കുക, മെയ് 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഈ എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റും NCERTയുടെ 11th-ലെയും 12th-ലെയും പോർഷൻസ് ആണ്.
നമുക്ക് നന്നായി പഠിക്കാം. കാര്യം ഈ സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെയും മെഡിക്കൽ മേഖലയിലെയും മികച്ച പരീക്ഷകൾക്കെല്ലാം വേണ്ടത്. അത് JEE എക്സാമിനേഷൻ ആവട്ടെ, നീറ്റ് എക്സാമിനേഷൻ ആവട്ടെ, ഈ 2 സെക്ടറിൽ വരുന്ന പരീക്ഷകൾ ഏതുമാവട്ടെ, ഇതിനു വേണ്ടിയിട്ട് 10ാം ക്ലാസ് കഴിയുമ്പോഴേ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ NCERT നല്ല ഡെപ്തിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് പഠിക്കുന്നതിനോടൊപ്പം ഓബ്ജക്റ്റീവ് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിലൂടെ ഏറ്റവും മികച്ചൊരു വിജയത്തിലേക്ക് ഫസ്റ്റ് ചാൻസിൽ എത്താൻ പറ്റും. അല്ലാത്തവർക്ക് റിപ്പീറ്റ് ബാച്ചിലൂടെ ഈ സബ്ജക്റ്റുകൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കിയതിനു ശേഷം നന്നായി ഓബ്ജക്റ്റീവുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിലൊക്കെ മോഡൽ എക്സാമിനേഷനാണ് പ്രാധാന്യം. ഈ സെഷനിലൊക്കെ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ ക്രാഷ് കോഴ്സിലൂടെ, ലോങ് ടൈം കോച്ചിങ്ങിലൂടെ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലൂടെ വിദ്യാർത്ഥികളെ കൈപിടിച്ച് വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ആൽഫ അക്കാഡമിയുടെ വിവിധ പ്രോഗ്രാമുകളിലൂടെ. അപ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാനും പുതിയ പുതിയ കോഴ്സുകളെക്കുറിച്ചും ക്യാമ്പസുകളെക്കുറിച്ചും മനസ്സിലാക്കാനും ഇതിനോടൊപ്പം എൻട്രൻസ് പരീക്ഷകൾക്കായി ഒരുങ്ങാനും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക്, രക്ഷിതാക്കൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.